സുഹൃത്തുക്കളെ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? ഇത് നിങ്ങൾക്കുള്ള വീഡിയോ കേട്ടോ. നിങ്ങളെ ക്ഷമയുടെ അളവ്, നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരെ വടകര ഭാഗത്ത് ഇങ്ങോട്ട് പോരി. വണ്ടിയിൽ എണ്ണ അടിച്ചുകാണ്ട് ഡ്രൈവിംഗ് സീറ്റിലാണ്ട് ഇരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകും. തിരുവങ്ങൂർ മുതൽ കുഞ്ഞിപ്പള്ളി വരെ, അതായത് വാഗാടിൻ്റെ റീച്ചിൽ വണ്ടി ഓടിച്ചിക്കാന്നുണ്ടെങ്കിൽ ഓനക്ക് ക്ഷമൻ്റെ നെല്ലിപ്പടി ചവിട്ടി നിൽക്കാൻ നിങ്ങൾ പറയില്ലേ, ആ ഒരു അംഗീകാരം, ആ ഒരു ബിരുദാനന്തര ബിരുദം ഓനക്ക് കിട്ടും. കാരണം ഇത്രയും മോശപ്പെട്ടൊരു റോഡ് പണി കേരളത്തിൽ മറ്റൊരു ഭാഗത്തും മറ്റൊരു റീച്ചിലുമില്ല. ഇന്ത്യയിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും മോശപ്പെട്ട പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വാഗാടിൻ്റെ റീച്ച് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നല്ല വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതും പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതും മാറുവരിയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു റീച്ചിലൂടെ 40 കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ അലാക്കിൻ്റെ ഔലിങ്കഞ്ഞി എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ സ്വയം തെറി പറയുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. തിരുവങ്ങൂർ മുതൽ കുഞ്ഞിപ്പള്ളി ഭാഗം വരെ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് കൈനാട്ടി ഭാഗമാണ്. നമ്മളെ പയ്യോളി ഭാഗക്കാണ്ട എത്തിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, അതേപോലെ കൊയിലാണ്ടി പഴയ റോഡുണ്ടല്ലോ, കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒക്കെ അവസ്ഥ ഒക്കെ പറയാത്ത നല്ലത്. ഇതേപോലെ കുണ്ടിലും കൊയിലൊക്കെ ചാടി 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 ഇതിലൂടെയുള്ള യാത്ര, അല്ലെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനുള്ള പൂതി അങ്ങോട്ട് കെടും. പിന്നെ ഈ കമ്പനി എങ്ങാനും ഇത് ഇവിടെ പണി പൂർത്തിയാക്കാതെ ഇട്ടെറിഞ്ഞ് പോയിക്കാന്നുണ്ടെങ്കിൽ 2 കൊല്ലം വരെ അല്ലെങ്കിൽ 2.5 കൊല്ലം വരെ നിങ്ങളിത് സഹിക്കേണ്ടി വരും കേട്ടോ. ഈ വടകര ഭാഗത്തുള്ള ആൾക്കാർ അത്രയും കാലം സഹിക്കേണ്ടി വരും. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ 1ാമത്തെ റീച്ച്, അതേപോലെ കോഴിക്കോട് ബൈപ്പാസ്, മലപ്പുറം ജില്ല, ഇവിടുത്തെ പണികളൊക്കെ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട്.